നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു ചൊല്ലുണ്ട്. പുറം മൂടികളിൽ ഭ്രമിച്ച് അപകടത്തിലേക്ക് പായുന്നവർക്കുള്ള താക്കീതാണ് ഈ ചൊല്ല്. എന്തിലും മായയുള്ള ഇക്കാലത്ത് സത്യമായത് തിരിച്ചറിയാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പോരാ, അകക്കണ്ണ് തുറക്കുക തന്നെ വേണം. അകക്കണ്ണിന് വെളിച്ചമേകാൻ നമുക്ക് ആത്മവിശുദ്ധിയോടെ ഇന്നത്തെ സന്ധ്യാദീപം തെളിയിക്കാം. പഴയ കാലത്തെ ഗ്രാമീണ ഭവനങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയിരുന്ന സന്ധ്യാപ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. അഹന്തയില്ലാത്ത, ഭൗതിക സുഖങ്ങളിൽ ആസക്തി കാട്ടാത്ത, ലഘുവായ നിഷ്കളങ്കത തുടിക്കുന്ന വരികളാകും അവ. അത്തരത്തിൽ ഗൃഹാതുരത്വമുണർത്തുന്ന ഒരു സന്ധ്യാപ്രാർത്ഥനയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. കേൾക്കാം.
പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷി പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ശാസ്താ സങ്കല്പവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യത്യസ്തമായ കഥകൾ നിലവിലുണ്ട്. പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവ്, പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടുമൊപ്പമുള്ള ശാസ്താവ് എന്നിങ്ങനെയുള്ള കഥകൾ കാണാം. ശാസ്താവിൻ്റെ കുടുംബ ബന്ധങ്ങളിലേക്കാവട്ടെ ഇന്നത്തെ കഥയമമയിലൂടെയുള്ള യാത്ര. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ ധർമ്മശാസ്താവിനെ കുറിച്ച് ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മൾ കേട്ടു. ഇന്നേ ദിവസം ഭഗവാന്റെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭഗവാന്റെ ഭാര്യമാരെക്കുറിച്ച്, ഭഗവാന്റെ മകനെക്കുറിച്ച് ഒക്കെ നമുക്ക് ഒന്ന് ചെറിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനിങ്ങനെ പറയുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഒരു ധാരണ, ശാസ്താവ് എന്ന് വിളിക്കപ്പെടുന്ന മൂർത്തി അയ്യപ്പസ്വാമി, അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണല്ലോ, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടാവുക എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും ആളുകളിൽ ഉണ്ടാവും. തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അത് അടിസ്ഥാനമായിട്ട് ശാസ്താവും അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ധർമ്മശാസ്താവ് എന്ന് വിളിക്കപ്പെടുന്ന വേദപാരമ്പര്യമുള്ള മൂർത്തിക്ക് ഭാര്യമാരുണ്ട്, മകനുണ്ട്. എന്നാൽ അയ്യപ്പസ്വാമി എന്ന് വിളിക്കപ്പെടുന്ന, മണികണ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരം, അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അദ്ദേഹത്തിന് ഭാര്യമാരില്ല, കുടുംബമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നത് അയ്യപ്പനെ കുറിച്ചല്ല, മണികണ്ഠനെ കുറിച്ചല്ല, മറിച്ച് ഭഗവാന്റെ മൂലസ്രോതസ്സായിട്ടുള്ള സാക്ഷാൽ ധർമ്മശാസ്താവിനെ കുറിച്ചാണ്. എങ്ങനെയാണോ കൃഷ്ണൻ തൻ്റെ മൂലസ്രോതസ്സായിട്ടുള്ള വിഷ്ണുവിനെ വിചാരം ചെയ്യുന്നത്, അതുപോലെ സാക്ഷാൽ അയ്യപ്പസ്വാമി തൻ്റെ മൂലസ്രോതസ്സായിട്ടുള്ള ആ ധർമ്മശാസ്താവിനെ വിചാരം ചെയ്ത് മണിമണ്ഡപത്തിലിരുന്ന് ധ്യാനിച്ച് ആ ശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ധർമ്മശാസ്താവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം ഇത് കേൾക്കുന്ന ഓരോ അയ്യപ്പ ഭക്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എളിയ അഭ്യർത്ഥന. ആരൊക്കെയാണ് ഭഗവാന്റെ ഭാര്യമാർ, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കല്പങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും ഭഗവാനെ രണ്ട് തരത്തിലാണ് കുടുംബമായിട്ട് ആരാധിക്കാറുള്ളത്. ഒന്ന്, ഭഗവാന് രണ്ട് ഭാര്യമാരോട് കൂടിയിട്ടുള്ള ഒരു ഭാവവും, രണ്ട്, ഒരു ഭാര്യയോടും ഒരു മകനോടും കൂടിയിട്ടുള്ള ഒരു ഭാവവും. ഇതിൽ ആദ്യത്തെ ഭാവം, രണ്ട് ഭാര്യമാരോട് കൂടിയിട്ടുള്ള ഭാവത്തിൽ ഭഗവാന്റെ രണ്ട് ഭാര്യമാരായിട്ട് വർത്തിക്കുന്നത് പൂർണാദേവിയും പുഷ്കലാദേവിയുമാണ്. പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവ്, ആ ശാസ്താവാണ് അച്ഛൻ കോവിലിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഭഗവാന്റെ ഒരു ഭാവത്തെ നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ വള്ളുവനാട് പാരമ്പര്യത്തിലേക്കൊക്കെ വരുമ്പോൾ മലമക്കാവ്, തൃക്കുന്നപ്പുഴയിലുള്ള ശാസ്താവ്, ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഒരു മകനുമായിട്ടിരിക്കുന്ന ഭാവമാണെന്നാണ്. ആ ഭാര്യയുടെ പേര് പ്രഭ എന്നാണ്, മകൻ്റെ പേര് സത്യകൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാന്റെ രണ്ട് കുടുംബങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന് പൂർണ്ണ പുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവും, രണ്ട് പ്രഭാ സത്യകൻ സമേതനായിട്ടുള്ള ശാസ്താവും. നമ്മൾ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് ശരിക്കും അതുകൊണ്ടാണ് അത് അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. 3 കല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. നടുക്കൊരു കല്ല്, അതിൻ്റെ അപ്പുറത്തൊരു ശില, ഇപ്പുറത്തൊരു ശില. അങ്ങനെ ഒരു വിഗ്രഹം കാണുമ്പോൾ മനസ്സിലാക്കുക അത് ധർമ്മശാസ്താവാണ് ആത്യന്തികമായിട്ട്. ഒന്നുകിൽ ആ 3 ശിലകൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇത് പ്രഭയും സത്യകനും ചേർന്നിട്ടുള്ള ഭഗവാന്റെ കുടുംബമായിരിക്കുന്ന ഭാവമാണ്, അല്ലെങ്കിൽ പൂർണ്ണയും പുഷ്കലയും ചേർന്നിട്ടുള്ള ഭഗവാന്റെ ദാമ്പത്യ ഭാവത്തിലുള്ള ക്ഷേത്രമാണ്. ഇതിലേതാണെന്നുള്ളത് അവിടുത്തെ ആചാര്യന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇപ്പം ഇവിടെ ഉള്ളത് പൂർണ്ണ പുഷ്കലയാണ് അല്ലെങ്കിൽ പ്രഭാ സത്യകനാണ്. അത് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭാവത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടുക.
ഇപ്പം നമ്മളൊരു സകുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റിയ പ്രഭയും സത്യകനുമായിട്ടുള്ള ആ ഭാവത്തിലുള്ള ശാസ്താവിനെയാണ്. ഇപ്പം നമ്മൾ വിവാഹം നടക്കാൻ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ വിവാഹമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നടക്കുന്ന ആൾക്കാർ, അവരൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ആത്യന്തികമായിട്ട് പൂർണ്ണയും പുഷ്കലയും സമേതനായിട്ടിരിക്കുന്ന ശാസ്താവിനെയാണ്. നല്ല ജീവിത പങ്കാളികളെ ഭഗവാൻ തരും. ഇതൊക്കെ ജീവിതത്തിൻ്റെ, മനുഷ്യജന്മത്തിൻ്റെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥയിലുള്ള ആരാധനാ രീതികളാണ്. നമുക്ക് എപ്പോഴും ഈ ലൗകികമായിട്ടുള്ള അവസ്ഥ മാത്രം പറ്റില്ലല്ലോ. കുറച്ചുകൂടെ ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഈ രണ്ട് ഭാവങ്ങൾക്കും മുകളിലായിട്ടാണ് ധർമ്മശാസ്താവിൻ്റെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പൻ്റെ ചൈതന്യം കൂടെ ചേർന്ന് വരുന്ന ശബരിമല ക്ഷേത്രത്തെ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാൻ ആയിരിക്കില്ല ഒരിക്കലും മലമക്കാവുള്ളത്, അദ്ദേഹം ആയിരിക്കില്ല ചിലപ്പോൾ അച്ചൻകോവിലുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കില്ല തൃക്കുന്നപ്പുഴയിലുള്ളത്. ഓരോ സ്ഥലത്തും ഭഗവാന്റെ ഭാവം വ്യത്യാസമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള യോഗപട്ടം ധരിച്ചിട്ടുള്ള താപസനായിട്ടുള്ള ശാസ്താവാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യയില്ല. മറിച്ച് അച്ചൻകോവിലേക്ക് വരുമ്പോഴോ, മലമക്കാവ് വരുമ്പോഴോ, തൃക്കുന്നപ്പുഴയിലേക്ക് വരുമ്പോഴോ അവിടെ ഒന്നുകിൽ ഭാര്യമാരോ അല്ലെങ്കിൽ ഭാര്യയോ മകനോ ഭഗവാന്റെ കൂടെയുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ഭാവങ്ങൾ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള മൂർത്തിയെ ആരാധിക്കാനാണ് താല്പര്യം. ചിലർക്ക് ദാമ്പത്യാവസ്ഥയിലുള്ള ഭഗവാനെ കാണാനാവും താല്പര്യം. ചില ആൾക്കാർക്ക് മകനോട് കൂടിയിരിക്കുന്ന ഭഗവാനെ കാണാനാവും താല്പര്യം. ചില ആൾക്കാർക്ക് ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാനെ കാണാനായിരിക്കും താല്പര്യം. ഓരോരുത്തർക്കും അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ പൂർവജന്മ കൃതങ്ങളായിട്ടുള്ള ഒരു ശീലങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട ആരാധനാമൂർത്തിയായിട്ട് ശാസ്താവിനെ കാണാൻ നമുക്കുള്ള തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഭഗവാനും ഈ ധർമ്മവും നമുക്ക് തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതുകൊണ്ട് തന്നെ ആരാണ് ശാസ്താവെന്നും ആരാണ് അയ്യപ്പനെന്നും മനസ്സിലാക്കിയാൽ തന്നെ ഒരു പരിധിവരെ ഭഗവാന് കുടുംബമുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് ആളുകൾക്ക് ധൈര്യമായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കും. അയ്യപ്പന് കുടുംബമില്ല, ശാസ്താവിന് തീർച്ചയായിട്ടും കുടുംബമുണ്ട് എന്നുള്ള വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ശേഷം വരുന്ന തലമുറയുള്ള കുട്ടികൾക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ള ശ്രീധർമ്മശാസ്താവിൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിന് വിട പറയുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. വൈദ്യദേവനാണ് ധന്വന്തരി മൂർത്തി. പാലാഴി മഥന സമയത്ത് അമൃതകുംഭവുമായി ഉയർന്നു വന്ന വൈഷ്ണവമൂർത്തി. കേരളത്തിലെ ഏറ്റവും പ്രധാന ധന്വന്തരി ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം. ഏത് മാറാരോഗവും മാറുന്നതിന് ചികിത്സയോടൊപ്പം ഇവിടെ താമസിച്ചു പ്രാർത്ഥിച്ചാൽ മതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കാരിക്കോട് ഭഗവതി ക്ഷേത്രം. വന്ദിക്കുന്നവർക്ക് ആനന്ദമൂർത്തിയും നിന്ദിക്കുന്നവർക്ക് സംഹാരരുദ്രയുമായ സാക്ഷാൽ ഭഗവതി ഇവിടെ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കുടികൊള്ളുന്നു. ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനമാണ് ഭദ്രകാളിക്കുള്ളത്. ദാരികവധത്തിനായി ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചവൾ, ദക്ഷന്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായി തീർന്ന പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തൻ്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചവൾ എന്നൊക്കെയാണ് ഭദ്രകാളിയുടെ ജനനത്തെപ്പറ്റി പൊതുവായി വിശ്വസിക്കപ്പെട്ടു വരുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ളത്. ബ്രഹ്മാവിൽ നിന്നും വരസിദ്ധികൾ നേടിയ ദാരികാസുരനെ തോൽപ്പിക്കാൻ ബ്രഹ്മാവ്, വിഷ്ണു, സ്കന്ദൻ, ഇന്ദ്രൻ, യമൻ തുടങ്ങിയവർക്കൊന്നും തന്നെ കഴിയാതിരുന്ന അവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ലോക സംരക്ഷണാർത്ഥം തൻ്റെ തൃക്കണ്ണു തുറന്നു.
അതിൽ നിന്നും അന്നുവരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവുമായ ഭാവത്തോടു കൂടിയ ഭദ്രകാളി ഉടലെടുത്തുവെന്നും ഈ കാളി ദാരികനെ നിഗ്രഹിച്ചു എന്നുമാണ് ഐതിഹ്യം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1200 വർഷത്തെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വടക്കംകൂർ രാജാവ് പണികഴിപ്പിച്ചതാണ് എന്നാണ് വിശ്വാസം. വടക്കംകൂർ രാജകുടുംബാംഗങ്ങൾ കുടുംബ പരദേവതയായി വച്ചാരാധിച്ചിരുന്ന ഭഗവതിയായിരുന്നു കാരിക്കോട് ഭഗവതി. മുൻപ് ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നതിന് തെളിവത്രേ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന 2 നന്ദി പ്രതിഷ്ഠകൾ. കാരിക്കോട് ക്ഷേത്രത്തിൽ ദേവീ ചൈതന്യത്തോടൊപ്പം ശിവചൈതന്യവും ശക്തമായി കുടികൊള്ളുന്നുവെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ളതുമാണ്. വടക്കംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന കാരിക്കോട് ദേശം സമ്പന്നമായ ഒരു സംസ്കാരം പേറുന്ന സ്ഥലമത്രേ. കൊട്ടാരങ്ങളും കോട്ടക്കൊത്തളങ്ങളും സ്ഥിതി ചെയ്തിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്നും ഈ പ്രദേശത്ത് അവശേഷിക്കുന്നു. രാജധാനിയും കോട്ടയും നാമാവശേഷമായെങ്കിലും ഭക്തജനങ്ങൾ കാവിലെത്തി ഇപ്പോഴും ആരാധന നടത്തിവരുന്നു. നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും കൂടാതെ മറ്റു പ്രതിഷ്ഠകളും നിത്യപൂജയ്ക്കുള്ള ക്ഷേത്രവും ചരിത്ര സത്യങ്ങളുടെ മായാത്ത സ്മരണകളായി ഇപ്പോഴും കോട്ടപ്പറമ്പിൽ നിലകൊള്ളുന്നു. 1752 വടക്കംകൂർ രാജാവ് സ്ഥാനഭ്രഷ്ടനായതോടുകൂടി തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലം വരെ ഈ ക്ഷേത്രം രാജഭരണത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെടുകയും അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 8ാം ഉത്സവ നാളിൽ രാജപ്രതിനിധിയുടെ അകമ്പടിയോടെ ശ്രീകൃഷ്ണ ഭഗവാനെ കോട്ടയ്ക്കകത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. കീഴ്മലൈനാട് രാജാവ് നിറപറയും കാണിക്കയും അർപ്പിച്ച് ആദരവോടെ എതിരേൽക്കുന്നത് പതിവായിരുന്നു. ദീപാരാധനയ്ക്ക് മുൻപ് കോട്ടയ്ക്കകത്തെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഇറക്കി പൂജയും കഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ അത്താഴ പൂജയും കഴിഞ്ഞ് തിരിച്ചയക്കാറുണ്ട്. ഈ എതിരേൽപ്പും എഴുന്നള്ളിപ്പും കീഴ്മലൈ രാജാവിൽ നിന്നും വടക്കംകൂർ രാജാവും തുടർന്ന് തിരുവിതാംകൂർ സർക്കാരും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുറപ്രകാരം ആചരിച്ചു വരുന്നു. മുൻപ് കടയത്തൂർ കദളിക്കാട് കുടുംബത്തിലെ മുതിർന്ന കാരണവർക്ക് ദേവിയുടെ വെളിപാടുണ്ടാകുമായിരുന്നു. ഇതിനെ തുടർന്ന് വടക്കംകൂർ രാജാവ് ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് കർമ്മം ഏൽപ്പിച്ചു കൊടുത്തു. അക്കാലത്ത് വെളിച്ചപ്പാട് ദേവിയുടെ വെളിപാടുള്ളതിനാൽ ഊരു ചുറ്റാൻ ഇറങ്ങിയിരുന്നുവത്രേ. ഭക്തർ ഭയഭക്തി ബഹുമാനത്തോടെയായിരുന്നു ഈ ഊരു ചുറ്റൽ വേളയിൽ വെളിച്ചപ്പാടിനെ സ്വീകരിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ പേട്ട റോഡിലൂടെ വെളിച്ചപ്പാട് വരുമ്പോൾ അവിശ്വാസികളായ ഏതാനും പേർ വാളുമായി കൊയ്യാനിറങ്ങിയതാണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചുവെന്നും അതിന് വെളിച്ചപ്പാട് വിതയ്ക്കാനാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വരുന്നത്. മറുപടിയെ തുടർന്ന് വെളിച്ചപ്പാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അധിക്ഷേപിച്ചവരുടെ കുടുംബങ്ങളിൽ ഉടൻ തന്നെ അനർത്ഥങ്ങൾ ഉണ്ടായി തുടങ്ങുകയും അവർ കൂട്ടമായി ക്ഷേത്രനടയിലെത്തി മാപ്പ് ചോദിച്ചുവെന്നുമാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായാണ് കാരിക്കോട് ഭഗവതി കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂരമ്മയുടെ അതേ ഭാവമാണ് ഇവിടുത്തെ ഭദ്രകാളിക്ക് എന്നാണ് സങ്കല്പം. അതീവ രൗദ്രഭാവത്തിലുള്ള കാരിക്കോടമ്മ ഭക്തർക്ക് ആശ്രിത വത്സലയാണ്. ആശ്രിത വത്സലയാണ്. 17 വർഷമായി
കാരിക്കോട് ക്ഷേത്രത്തിന്റെ സമീപത്തായി ക്ഷേത്രത്തിന്റെ കീഴേടം എന്ന നിലയിൽ 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തു വരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കുടികൊള്ളുന്ന ഈ ഗണപതി ക്ഷേത്രമാണ് ഇതിൽ പ്രധാനം. നീണ്ടൊരു കാലം തപസിൽ മേവും മുറപ്രകാരം നിത്യേന 3 പൂജയാണ് കാരിക്കോട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഇരിങ്ങാലക്കുട കാവനാട്ടില്ലത്തിനാണ് ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം. മുഖ്യ ദേവതയെ കൂടാതെ ഗണപതി, ദുർഗ, ശിവൻ, വിഷ്ണു എന്നിവർ ഉപദേവന്മാരായും കാരിക്കോട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മൂടിടവേ തൃക്കൺ കൊണ്ടവ പൂവുകളാക്കി. കൂടാതെ ദേവിയുടെ കിങ്കരന്മാരിൽ പ്രധാനിയായ കണ്ടാകർണന്റെ പ്രതിഷ്ഠയും ഇവിടെ കുടികൊള്ളുന്നു. ചുറ്റമ്പലത്തിന് വെളിയിൽ വടക്കുഭാഗത്തായാണ് കണ്ടാകർണൻ കുടികൊള്ളുന്നത്. തിരുവോണം നാളിൽ കൊടിയേറി കാർത്തിക നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് കാരിക്കോട് ക്ഷേത്രത്തിലെ തിരുവുത്സവം. വളരെയധികം ചടങ്ങുകളുടെ അകമ്പടിയോടുകൂടിയാണ് ഇവിടെ ഉത്സവം നടത്തപ്പെടുന്നത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാന ചടങ്ങത്രേ രേവതി എതിരേൽപ്പ്. പേട്ട റോഡിൽ പുരാതനമായ വട്ടപ്പറമ്പിൽ കുടുംബക്ഷേത്രത്തിന്റെ വാതിൽക്കൽ നിന്നും ദേവിയെ എഴുന്നള്ളിച്ച് രേവതി നാളിൽ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇത്. വർഷത്തിൽ ഈ ഒരു ദിനം മാത്രമാണ് ദേവി പേട്ട റോഡിലൂടെ എഴുന്നള്ളുന്നത്. മുൻപ് തന്റെ വെളിച്ചപ്പാടിനെ അപമാനിച്ചത് ഇവിടെ വച്ചായതിനാൽ മറ്റൊരു കാര്യത്തിനും ദേവി ഈ റോഡിലൂടെ എഴുന്നള്ളാറില്ല. ദാഹം തോന്നിയ നേരം ഹരനെയ്തുണ്ടായോരഴയിൽ. അശ്വതി നാളിലെ താലപ്പൊലി ഘോഷയാത്രയാണ് തിരുവുത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങ്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ കാരിക്കോട്ടമ്മയ്ക്ക് ധനധാന്യാദികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദിനമാണ് അശ്വതി നാൾ. അശ്വതിയൂട്ട് എന്ന പേരിൽ ഈ ദിവസം ഇവിടെ അന്നദാനവും നടത്തിവരുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ നടത്തിവരുന്ന ഗരുഡൻ തൂക്കം ക്ഷേത്രത്തിലെ ഒരു വിശേഷാൽ ചടങ്ങത്രേ. ഇടവെട്ടി, ചാലംകോട് എന്നീ കരകളിൽ നിന്നും തൂക്കച്ചാടിലാണ് ഗരുഡൻ തൂക്കം വരുന്നത്. കൂടാതെ വിവിധ ദേശങ്ങളിൽ നിന്നും ഒറ്റയ്ക്കുള്ള ഗരുഡൻ പർവ്വകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിൽ ഭഗവതിയെ തങ്ക അങ്കി ചാർത്തുന്ന ചടങ്ങ് നടന്നുവരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന ഈ ചടങ്ങ് ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ദേവിയുടെ തിരുനടയിലെത്തുന്നു. ആശ്രിത വത്സലയായ അമ്മയെ പ്രകീർത്തിച്ച് പന്തൽ കെട്ടി പാട്ട് നടത്തുന്ന ചടങ്ങാണ് പന്തൽപ്പാട്ട്. ചാലംകോട് ഇടവെട്ടി കരക്കാരാൽ നടത്തപ്പെടുന്ന പന്തൽപ്പാട്ട് ദിവസം ഈ കരയിലെ ഭക്തജന സഹസ്രങ്ങൾ അമ്മയുടെ അരികിലെത്തി അമ്മയുടെ പ്രസാദമായ ഉച്ചയോട് കഴിച്ചാണ് മടങ്ങുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ദേശഗുരുതി നാടിന്റെ ഐശ്വര്യത്തിനായി നടത്തുന്ന ഒരു ചടങ്ങത്രേ. ഗുരുതി സമർപ്പിച്ച് ദേവിയെയും ഭൂതഗണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണത്രേ ഇത്. വർഷത്തിൽ എല്ലാ ദിവസവും കളമെഴുത്തും പാട്ടും നടത്തിവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം. രാജഭരണകാലത്ത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓരോ ദിനവും ഓരോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളാണ് നടത്തിവരുന്നത്. ഗവൺമെന്റ് ഓർഡർ പ്രകാരം കളക്ടർ ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലെത്തി പണക്കിഴി സമർപ്പിക്കുന്ന ചടങ്ങ് 1970 വരെ നിലനിന്നിരുന്നു. ഉത്സവകാലത്തെ അശ്വതി നാളിൽ ആചാരപരമായി നടത്തിവരുന്ന ഒരു ചടങ്ങത്രേ അശ്വതി വിളക്ക്. ഇതിനുശേഷം ദേവിയെ ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇളം കാവിലേക്ക് കൊണ്ടുപോകുന്നു. ഭരണി നാളിൽ ദേവി ഇവിടെയാണത്രേ കുടികൊള്ളുന്നത്. ഭരണി നാളിൽ എത്തുന്ന ഗരുഡൻ തൂക്കങ്ങൾ ചൂണ്ടകുത്തുക എന്ന ചടങ്ങ് ഇളം കാവിലാണ് നടത്തിവരുന്നത്. കാർത്തിക നാളിൽ ആറാട്ട് കഴിഞ്ഞാണ് ദേവി ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചേരുന്നത്. അശ്വതി നാൾ രാത്രി അശ്വതി വിളക്കിന് ശേഷം കോട്ട കത്തിക്കൽ എന്ന ഒരു ചടങ്ങും കാരിക്കോട് ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ഇല്ലിമുളകൾ കൊണ്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കോട്ടയിൽ വെടിമരുന്ന് നിറച്ച് കത്തിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. തിരുവിതാംകൂറിന്റെ ആക്രമണത്തിൽ പരാജയപ്പെട്ട വടക്കൻകൂർ രാജാവ് തന്റെ കോട്ടയും മറ്റും തീയിട്ട് നശിപ്പിച്ചതിനു ശേഷം പലായനം ചെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കോട്ട കത്തിക്കൽ. തിരുവുത്സവത്തെ കൂടാതെ നവരാത്രി ആഘോഷവും
കാരിക്കോട് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വിശേഷ അവസരമാണ്. വയ്യല്ലോ മാമന് തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് ഒരു ദേശത്തിന്റെ മുഴുവൻ സംരക്ഷകയായി വിളങ്ങുകയാണ് വിശ്വസിക്കും ഭക്തരെ രക്ഷിക്കുന്ന ഭദ്രകാളി മഹേശ്വരിയായ കാരിക്കോട്ടമ്മ. കോപം തീയാണ്, സമാധാനം ജലവും. തീയെ തീ കൊണ്ടണയ്ക്കാൻ ശ്രമിക്കരുത്, ജലം കൊണ്ട് വേണം അത് ചെയ്യാൻ. ഏവർക്കും സമാധാനം ശീലമാകട്ടെ എന്ന് നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി. സന്ധ്യ